ചൈനയിലെ സാധാരണക്കാരായ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഈ അപ്പാപ്പൻ എന്നോട് പറഞ്ഞ പുള്ളിക്ക് 85 വയസ്സാണ്, ഇന്നാണ് ബർത്ത്ഡേ എന്നാണ് പറയുന്നത്. പുള്ളി ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി നിങ്ങൾക്കൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. എന്താ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ പച്ചക്കറി വിൽപ്പനയൊക്കെ നടത്തുന്നുണ്ട്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികൾ ഇതുപോലെ ഇടനിലക്കാരൊന്നും ഇല്ലാതെ ഇവരുടെ തെരുവുകളിൽ കൊണ്ടുവന്ന് വൈകുന്നേര സമയത്തോടുകൂടി വിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കൂടുതലായിട്ടും വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. ഇയാളെന്നോട് ഏത് നാട്ടുകാരിയാണെന്നൊക്കെ ചോദിച്ചതാണ് കേട്ടോ. ഇവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഏത് നാട്ടുകാരാന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകമാണ് അവർക്ക്. അങ്ങനെ ഇതിലൂടെ നടക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള പച്ചക്കറിയും, കൂടുതലും ഇലവർഗ്ഗങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ എല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ. ഈ അമ്മച്ചിക്കൊക്കെ നമ്മളെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഇവിടെ ഈ ഒരു ഇത് നിങ്ങൾ നോക്കിക്കേ. ചൈന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു കെട്ടിടമല്ലേ മനസ്സിലോട്ട് വരിക. അങ്ങനെ ഒരു കെട്ടിടവും അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ അനാറ് ഒരുപാട് ഇങ്ങനെ ഒരു വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രഷായിട്ട് അവിടെ ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കേ. അതുപോലെ ഇവിടെ ജീവനുള്ള ഞണ്ടുകളെയും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ബോറടിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ. താങ്ക് യു.